തൃശൂർ മാന്താമംഗലം പള്ളിത്തർക്കത്തിൽ യാക്കോബായ ഓർത്തഡോക്സ് വിഭാഗങ്ങൾ തമ്മിൽ സംഘർഷത്തിൽ ഓർത്തഡോക്സ് വിഭാഗം മെത്രാപ്പോലീത്ത യുഹാനോൻ മാർ മിൽത്തിയോസ് അടക്കമുള്ള നിരവധി പേർക്ക് പരിക്കേറ്റു. അവകാശ തർക്കം നടക്കുന്ന മാന്താമംഗലം സെന്റ് മേരീസ് പള്ളിക്ക് മുന്നിൽ കല്ലേറും സംഘർഷവും. രാത്രി 11:30 സംഭവം. ഓർത്തഡോക്സ് വിഭാഗം ഗേറ്റ് തകർത്ത് അകത്തേക്ക് കയറാൻ ശ്രമിച്ചപ്പോഴാണ് സംഘർഷമുണ്ടായത്. തുടർന്ന് ഇരുവിഭാഗങ്ങൾ തമ്മിൽ കല്ലേറുണ്ടായി. തുടർന്ന് പോലീസ് ഇവരെ അറസ്റ്റ് ചെയ്ത് നീക്കുകയായിരുന്നു. സംഭവത്തിൽ ഓർത്തഡോക്സ് സഭ തൃശൂർ ഭദ്രാസനൻ ഡോക്ടർ യുഹാനോൻ മാർ മിൽത്തിയോസ് ഉൾപ്പെടെയുള്ള 20ഓളം പേർക്ക് പരിക്കേറ്റു. ആൾക്കൂട്ടത്തിനിടയിലേക്ക് വാഹനം ഇടിച്ചു കയറ്റിയതായും പറയുന്നു. പരിക്കേറ്റ മാർ മിൽത്തിയോസ്, തോമസ് പോൾ റബാൻ, ഫാദർ മത്തായി കുനംപുറ്റിയിൽ, ഫാദർ പ്രദീപ്, ഫാദർ റെജി മങ്കുഴ, രാജു പാലിശ്ശേരി, ജോൺ വാഴാനി, എൽദോ എന്നിവരെ കുന്നംകുളം അടുപ്പൂട്ടി മലങ്കര മെഡിക്കൽ മിഷൻ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. പാത്രിയാക്കീസ് വിഭാഗത്തിന്റെ കീഴിലുള്ള മൂന്നാമംഗലം സെന്റ് മേരീസ് പള്ളിയിൽ ആരാധനാ സ്വാതന്ത്ര്യം വേണമെന്ന് ആവശ്യപ്പെട്ടാണ് ഓർത്തഡോക്സ് വിഭാഗം സമരം ആരംഭിച്ചത്. ഹൈക്കോടതി വിധിയുടെ അടിസ്ഥാനത്തിലായിരുന്നു ഓർത്തഡോക്സ് വിഭാഗം പള്ളിയിൽ പ്രവേശിക്കാൻ എത്തിയത്. എന്നാൽ ഓർത്തഡോക്സ് വിഭാഗത്തിന് പള്ളിയിൽ കയറ്റില്ല എന്ന ഉറച്ച നിലപാടോടെ പള്ളിക്കകത്ത് നിലയുറപ്പിച്ചിരിക്കുകയായിരുന്നു യാക്കോബായ വിഭാഗം. തുടർന്ന് യാക്കോബായ വിഭാഗം പള്ളിക്കകത്ത്, ഓർത്തഡോക്സ് വിഭാഗം പള്ളിക്ക് പുറത്ത് പ്രാർത്ഥനായജ്ഞം നടത്തി വരികയായിരുന്നു. പള്ളി പ്രവേശിച്ചൊന്നുമില്ല. നമ്മൾ അച്ഛന്മാരെ നമ്മുടെ അവരെല്ലാവരും അറസ്റ്റ് പ്രവേശിക്കുന്നില്ല. നമ്മുടെ സംഭവത്തിൻ്റെ ഇരിക്കുമ്പോൾ തന്നെ നമ്മുടെ ഓരോ ആളുകളെ അറസ്റ്റ് ചെയ്തു. സമരം നടത്തിക്കൊണ്ട് സഹന സമരത്തിൽ പങ്കാളിയാകാൻ സഭ മൊത്തം തയ്യാറായതിലുള്ള സന്തോഷവും ചാരിതാർത്ഥ്യവും അറിയിക്കുന്നു. ഇത് സഭയുടെ പൊതുവായ സമരത്തിൻ്റെ ഒരു ഭാഗമാണ്. അതുകൊണ്ട് ഇതിൽ ഭാഗഭാക്കാകുക എന്നുള്ളത് അവർക്കും സന്തോഷകരമായ വിഷയമാണ്. അഭിനന്ദ തിരുമേനി ഇപ്പോൾ നമ്മൾ സംസാരിക്കും. സഭയുടെ അസോസിയേഷൻ സെക്രട്ടറി ഇങ്ങ് പോന്നിട്ടുണ്ട്. നമ്മുടെ പ്രധാനപ്പെട്ട ആൾക്കാരെല്ലാം അധികം താമസിയാതെ എത്തും. ഞങ്ങളുടെ സഹോദര മെത്രാപ്പൊലീത്തയുടെ ആഭിമുഖ്യത്തിൽ നടത്തുന്ന ഈ സഹന സമരത്തിൽ ഞങ്ങൾ സഹോദര മെത്രാപ്പൊലീത്തന്മാരെല്ലാവരുടെയും പിന്തുണയുണ്ടാവും. ബാക്കിയുള്ള ആൾക്കാരും എത്തും. നീതി ന്യായം ഏതായാലും നടന്നു കിട്ടിയേ ഒക്കുകയുള്ളൂ. അതിനപ്പുറമായിട്ട് നമ്മളൊന്നും ചോദിക്കുന്നില്ല. പഴന്തോട്ടത്തിൽ നടന്ന യഥാർത്ഥത്തിൽ ഒരു വലിയ അക്രമമാണ്. നീതി നടത്തി കിട്ടേണ്ടതിന് പകരം മറ്റുള്ളവർ നമ്മളെ പലരെ ഉപദ്രവിക്കുകയും നമ്മുടെ ഒരു ചെറുപ്പക്കാരൻ്റെ തല വല്ലാതെ കല്ലെറിഞ്ഞ് പൊട്ടിക്കുകയൊക്കെ ചെയ്തതാണ്. നീതിക്കെതിരായിട്ട് പ്രവർത്തിക്കുന്നവരെ സപ്പോർട്ട് ചെയ്യുക എന്നത് ഒരു